Hi friends, Anjani Tech Academy's online channel. Welcome. So, my name is Vishnuji Ranjit. ഈ ക്ലാസ്സിൽ നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് 2025 ജനുവരി മുതൽ 2026 തുടക്കം വരെയുള്ള കംപ്ലീറ്റ് അവാർഡുകളുടെ ലിസ്റ്റും അതിൽ ജേതാവായിട്ടുള്ള വ്യക്തികളുമാണ്. മത്സര പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗത്തു നിന്നും സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, കുഴപ്പിക്കാറുണ്ട്. നമുക്ക് കോഡിലൂടെ സെറ്റ് ചെയ്ത് തന്നെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ജോയിൻ ചെയ്തോളൂ, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ടെലഗ്രാം ചാനലിൽ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെ ലിങ്കും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. മിസ് യൂണിവേഴ്സ് 2025 അവാർഡ് ജേതാവായത് ഫാത്തിമ ബോസ്റ്റ് ആണ്. മെക്സിക്കോക്കാരിയാണ്. ഇത് നടന്നിട്ടുള്ളത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ തായ്ലാന്റിൽ വെച്ചാണ്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ, മിസ് യൂണിവേഴ്സ് എന്നാൽ വിശ്വസുന്ദരി എന്നല്ലേ. വിശ്വസുന്ദരി എപ്പോഴും ബോസ് ആയിരിക്കും, ലേഡീസിന്റെ ബോസ് ആയിരിക്കും. അതാണ് ഫാത്തിമ ബോസ്. അവരുടെ സ്ഥലം മെക്സിക്കോയാണ്. ഇങ്ങനെ ഓർത്താൽ മതി. മാക്സിമം സൗന്ദര്യമുള്ള രാജ്യം മെക്സിക്കോ. അവിടെ നിന്ന് ബോസ് ആയിട്ടുള്ള ഫാത്തിമ ബോസ് സെലക്ട് ആയി. എങ്കിൽ ഇത് എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരിയായിട്ടുള്ള ഒരു തായിയുടെ ലാൻഡിൽ വെച്ചാണ് വിശ്വസുന്ദരി പട്ടണം നടന്നത്. അതാണ് തായ്ലാന്റ്. എങ്കിൽ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 നേടിയത് ബാനു മുസ്താഖാണ്. ഹെർത്ത് ലാമ്പ് എന്ന പുസ്തകമാണ്, കന്നഡ പുസ്തകമാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ദീപ ബാസ്റ്റിക്കും അവാർഡ് ലഭിച്ചു. അപ്പൊ കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ഈ ഭാനു ആര് എന്ന് ചോദിച്ചാൽ ദേവാസുരത്തിലെ ഭാനുമതിയാണ് എന്ന് ഓർത്തോളൂ. ആ ദേവാസുരത്തിലെ ഭാനു മംഗലശ്ശേരി നീലകണ്ഠന്റെ ഹെർത്ത് ലാമ്പാണല്ലേ, ഹൃദയത്തിന്റെ വെളിച്ചമാണ്. രാവണപ്രഭു സിനിമയിൽ അറിയത്തില്ലേ, പോയടോ വാര്യരെ ഭാനുമതി പോയി, എന്റെ ഹൃദയത്തിന്റെ ലാമ്പ് അടിച്ചു പോയടോ എന്നല്ലേ പറയണത്. അത് വെച്ച് ഓർത്തോളൂ. അപ്പോ നീലകണ്ഠന്റെ ഹെർത്തിന്റെ ലാമ്പാണ് ആ ഭാനു. അപ്പോ ആ ഹെർത്തിന്റെ ലാമ്പിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിനാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത്. അപ്പോ ഭാനു എന്നാൽ ഹെർത്ത് ലാമ്പാണ് എന്ന് ഓർത്തോളൂ. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കും കിട്ടിയിട്ടുണ്ട്. അതാണ് ദീപ ബഷ്ടി. ഹെർത്ത് ലാമ്പ് എന്നാൽ അതും ദീപം അല്ലേ, ട്രാൻസ്ലേറ്റ് ചെയ്ത ആളും ദീപമാണ്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോളൂ. അങ്ങനെയെങ്കിൽ ബുക്കർ പ്രൈസ് 2025 നേടിയത് ഡേവിഡ് സാലൈ. അത് ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. ഏത് നോവലിന് എന്ന് ചോദിച്ചാൽ അത് ഫ്ലഷ് ആണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നോവല് നന്നായിട്ട് സെയിലായി പോകും. അതാണ് ഡേവിഡ് സാലൈ. നോവല് ഫ്ലഷ്. അത് ബുക്കർ പ്രൈസ് ആണ്. എങ്കിൽ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ലഭിച്ചത് നമ്മുടെ ഭാനുമതിയാണ്. നീലകണ്ഠന്റെ ഹെർത്തിന്റെ ലാമ്പ് അല്ലേ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് 2025 നേടിയത് അഡിമോല എ അഡൻലെ, നൈജീരിയൻ സയന്റിസ്റ്റ് ആണ്. MS സ്വാമിനാഥൻ അല്ലെ, ഗ്രീൻ റവല്യൂഷനിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത് ഗോതമ്പാണ്. അപ്പൊ ഗോതമ്പെല്ലാം അടിച്ചു പരത്തിയായിരിക്കും ഉണ്ടാക്കുന്നത്. അങ്ങനെ അദ്ദേഹം നൽകിയ ഗോതമ്പ് ഒരു നൈജീരിയൻ സയന്റിസ്റ്റ് അടിച്ചു പരത്തിയാണ് ഉണ്ടാക്കി അങ്ങനെ അവാർഡ് നേടിയെന്ന് ഓർത്തോളൂ. അതാണ് അഡിമോല എ അഡൻലി. അതിൽ അടി എന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്തോളൂ. നൈജീരിയൻ സയന്റിസ്റ്റ് ആണെന്നും ഓർത്തോളൂ. എങ്കിൽ GP ബിർള മെമ്മോറിയൽ അവാർഡ് 2025 AV നാരായണനാണ്. നമ്മുടെ ISRO ചെയർമാൻ ആയിട്ടുള്ള വ്യക്തിയാണ്. ടാറ്റയും ബിർളയൊക്കെ ബിസിനസ് മാൻമാരാണല്ലേ. ആദിത്യ ബിർള ഗ്രൂപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, വലിയ ബിസിനസ് ടീമാണ്. അപ്പോ അവർ ബിസിനസ്സിൽ പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി എന്നും നാരായണ എന്ന് വിളിക്കും എന്ന് ഓർത്തോളൂ. അതാണ് GP ബിർള മെമ്മോറിയൽ അവാർഡ് AV നാരായണൻ. ഇത് ISRO ചെയർമാൻ ആണ്. കോർഡിനായിട്ട് ബിർള ബിസിനസ്മാൻ ആണ്. നാരായണ ബിസിനസ് പൊളിയല്ലേ. GP ബിർള മെമ്മോറിയൽ അവാർഡ് 2025 AV നാരായണനാണ്. അങ്ങനെയെങ്കിൽ വിജ്ഞാൻ രത്ന അവാർഡ് 2025 നേടിയത് C ജയന്ത് വിഷ്ണു നാർലികർ. ഇങ്ങനെ ഓർത്തോളൂ. വിജ്ഞാൻ എന്നാൽ വിജ്ഞാനം, അറിവ്. വിജ്ഞാനം നേടിയവൻ ജയിക്കും. അങ്ങനെ ജയിച്ച വിഷ്ണുവിനാണ് അവാർഡ് കിട്ടിയത്. C ജയന്ത് വിഷ്ണു നാർലികർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ UN നെൽസൺ മണ്ടേല അവാർഡ് 2025 നേടിയത് ബ്രണ്ടെ റെയ്നോൾഡ്സ്, പിന്നെ കെന്നഡി ഒഡേഡെ. ഇങ്ങനെ ഓർത്തോളൂ. നെൽസൺ മണ്ടേല, റെയ്നോൾഡ്സ് എന്ന ബ്രാൻഡ് അടിച്ചപ്പോ കണ്ണടിച്ചു പോയി, അങ്ങനെ ഓടി. കോഡിനായിട്ടാണ് പറയുന്നത്, വേറൊന്നും വിചാരിക്കരുത്. നെൽസൺ മണ്ടേല, റെയ്നോൾഡ്സ് എന്ന ബ്രാൻഡാണ് അടിച്ചത്. ബ്രണ്ടെ റെയ്നോൾഡ്സ്. ആ ബ്രാൻഡ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും? കണ്ണടിച്ചു പോകും, ഓടും. കെന്നഡി ഒഡേഡെ. UN നെൽസൺ മണ്ടേല അവാർഡ് 2025 നേടിയതാണ് ബ്രണ്ടെ റെയ്നോൾഡ്സ്. അദ്ദേഹം കാനഡക്കാരനാണ്. കെന്നഡി ഒഡേഡെ അദ്ദേഹം കെനിയക്കാരനാണ്. എങ്കിൽ നോബൽ പ്രൈസ് ലിറ്ററേച്ചർ 2025 നേടിയിട്ടുള്ളത് ഹംഗേറിയൻ ഓതറായിട്ടുള്ള
ലാസ്ലോ ക്രാസ്ന ഹോർക്കായി ആണ് 2025 ലിറ്ററേച്ചർ സാഹിത്യത്തിന് നേടിയിട്ടുള്ളത്. സാഹിത്യം എപ്പോഴും കൈ കൊണ്ടല്ലേ എഴുതുന്നത്. യെസ്, ഇതിലും ലാസ്റ്റ് ഒരു കൈ ഉണ്ട്, അതാണ് ലാസ്ലോ ക്രാസ്ന ഹോർക്കായി. ഹംഗേറിയൻ ഓതർ ആണ്. അപ്പൊ കൈ വെച്ചിട്ടാണ് എഴുതുന്നത്, വിശക്കുമ്പോഴാണ് എഴുതുന്നത്. ഹംഗേറിയൻ എന്നാൽ ഹംഗറി എന്ന് ഓർത്തോളൂ. എങ്കിൽ നോബൽ പീസ് പ്രൈസ് 2025 നേടിയത് മറിയ കൊറിന മക്കാഡോ. സമാധാനത്തിനായിട്ടുള്ള 2025 നോബൽ പുരസ്കാരം ഇങ്ങനെ ഓർത്തോളൂ. സമാധാനം നിലനിർത്താൻ മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു മച്ചാനാടോ മറിയ കൊറിന മക്കാഡോ. ഇങ്ങനെ ഓർക്കാലോ, സമാധാനം വന്നു കഴിഞ്ഞാൽ സമാധാനത്തിനായി മരിക്കാൻ വരെ തയ്യാറായ ഒരു മച്ചാനാണ് മറിയ കൊറിന മക്കാഡോ. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ പുലിറ്റ്സർ പ്രൈസ് ഫോർ ഫിക്ഷൻ 2025 നേടിയത് പെർസീവൽ എവററ്റ് ജെയിംസ് എന്ന നോവലിലാണ്. പുലി സാറിന്റെ പേഴ്സ് എന്ന് ഓർത്തോളൂ. പുലിറ്റ്സറിനെ പുലി സാറിന്റെ പേഴ്സ്. ഓക്കെ, പുലിറ്റ് സാറിന്റെ പേഴ്സ് ജെയിംസ് എടുത്തു എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പെർസീവൽ എവററ്റെ ആണ് വിൻ ചെയ്തത് ജെയിംസ് എന്ന നോവലിനാണ്. എങ്കിൽ വേൾഡ് ഫുഡ് പ്രൈസ് 2025 നേടിയത് ഡോക്ടർ മറിയാഞ്ചല ഹംഗ്രിയ. ഫുഡ് വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംഗ്രി എന്നാണല്ലേ, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഫുഡ് പ്രൈസ് ഹംഗ്രി ആയിട്ടുള്ള മറിയാഞ്ചല ഹംഗ്രിയാണ് നേടിയത്, ബ്രസീൽകാരിയാണ്. എങ്കിൽ മിസ് വേൾഡ് 2025 72nd ആണ്. അത് നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്പൽ സുജാത ചുങ്ശ്രീ, തായ്ലാന്റുകാരിയാണ്. ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, മിസ് വേൾഡ് നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുജാത ഓപ്പോൾ ആണ്. നല്ല മുഖശ്രീയുള്ള വ്യക്തിയാണ്, അതാണ് ചുങ്ശ്രീ. ഒപ്പൽ സുജാത ചുങ്ശ്രീ തായുടെ ലാൻഡുകാരിയാണ്. ഇന്ത്യക്കാരുടെയൊക്കെ തായുടെ ലാൻഡ് വഴിയുള്ള പരിചയമാണ് എന്ന് ചുമ്മാ കണക്ട് ചെയ്തോളൂ. എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് ആണ്. ഹൈ സുന്ദരിമാരായിരിക്കും മിസ് വേൾഡ് അല്ലേ? അപ്പോ ഹൈ എന്ന ഹൈദരാബാദ് ആണ്. മിസ് വേൾഡ് നേടിയത് ഓപ്പൾ സുജാത ചുങ്ശ്രീ, തായ്ലാന്റുകാരിയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ 67th ഗ്രാമി അവാർഡ് ഇൻഡോ അമേരിക്കൻ സിംഗർ ആരാണ് നേടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രിക ടണ്ടൻ ആണ്. ഗ്രാമി അവാർഡ് എപ്പോഴും വന്നിട്ട് നല്ല മ്യൂസിക്കൽ ആൽബത്തിനൊക്കെ ആയിരിക്കും അല്ലേ നൽകുന്നത്. അപ്പോ ഗ്രാമത്തിലെ പാട്ടുകാരിയായിട്ടുള്ള ചന്ദ്രികയാണ് നേടിയത്. ചന്ദ്രികയിൽ അലിയുന്നു, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ചന്ദ്രികയാണ് നേടിയത്. ഏതാണ് ആൽബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിവേണിയാണ്. ചന്ദ്രിക ത്രിവേണിയെ കുറിച്ചിട്ട് പാടിയ പാട്ട് എന്ന് ഓർത്താൽ മതി. എങ്കിൽ 2025 ബാലൻ ഡിയോർ പുരസ്കാരം പുരുഷ വിഭാഗത്തിൽ നേടിയിട്ടുള്ളത് ഓസ്മാനെ ഡെംബാലെ ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. ബാലൻ ഡിയോർ ഡെംബാലെ, ഡെംബാലെ ബാലൻ, രണ്ടിലും ബാലെ ഉണ്ടല്ലേ. അല്ലെങ്കിൽ ഈ അവസാനത്തത് ബോളാണ്, ഫുട്ബോളാണ്. ഫുട്ബോളിലെ മികച്ച പ്ലേയേഴ്സിന് കൊടുക്കുന്നതാണ് ബാലൻ ഡിയോർ പുരസ്കാരം അല്ലേ. അപ്പൊ ബാലൻ ഡിയോർ ഡെംബാലെ. അത് മാത്രമല്ല അദ്ദേഹം ഒരു ഓസം പ്ലെയർ ആണ് എന്നും ഓർത്തോളൂ. അതാണ് ഓസ്മാനെ ഡെംബാലെ. എങ്കിൽ ബാലൻ ഡിയോർ 2025 വനിതയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഐറ്റാന ബോൺമാറ്റി. അവരൊരു ബോൺ പ്ലെയർ ആണ് എന്നോർത്തോളൂ. അതാണ് ഐറ്റാന ബോൺമാറ്റി, ബാലൻ ഡിയോർ വുമണ്. അപ്പൊ മെന്നാണെന്നുണ്ടെങ്കിൽ ബാലൻ ഡിയോർ നേടിയത് ഡെംബാലെ, ബാലൻ ഡെംബാലെ ഓസം പ്ലെയർ ആണ്. എങ്കിൽ ബാലൻ ഡിയോർ വുമണ് നേടിയിട്ടുള്ളത് ഒരു ബോൺ പ്ലെയർ ആണ്, അതാണ് ഐറ്റാനോ ബോൺമാറ്റി. അങ്ങനെയെങ്കിൽ പ്രിറ്റ്സ്കർ ആർക്കിടെക്ചർ പ്രൈസ് 2025 നേടിയത് ലിയു ജിയ കുൻ, ചൈനക്കാരനാണ്. ഈ കുൻ എന്നാൽ കണ്ണ് എന്ന് ഓർത്തോളൂ. ജയയുടെ കണ്ണിന്റെ ശില്പം ചെയ്ത ആർക്കിടെക്ചറിനാണ് ജയിച്ചത് എന്ന് ഓർത്തോളൂ. അപ്പോ പ്രിറ്റ്സ്കർ ആർക്കിടെക്ചർ എന്നാൽ നല്ല ആർക്കിടെക്ചറിന് കിട്ടുന്നതാണ്. അപ്പൊ അദ്ദേഹം ജയിച്ചത് ഒരു കണ്ണിന്റെ ശില്പം ചെയ്തു, അതാണ് ജയ കണ്ണ്, ചൈനക്കാരനാണ്. ലിയു ജിയ കുൻ, ചൈന. അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ ഫോർത്ത് ലതാ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ് 2025 നേടിയത് കുമാരമംഗലം ബിർളയാണ്. ഇതാ പിന്നെയും ബിർള വന്നു. അപ്പോ ലതാ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡാണ്. ലതാ മങ്കേഷ്കറിനോട് പോയി ദീനം പറഞ്ഞത് നമ്മുടെ കുമാരമംഗലത്തുള്ള ബിർളയാണ്. ബിസിനസ്മാൻമാരായി പോയില്ലേ, ധാരാളം വിഷമം കാണും, അങ്ങനെ ഓർത്തോളൂ. അപ്പോ ലതയോട് ദീനം പറഞ്ഞത് ബിസിനസ്മാൻ ആയിട്ടുള്ള കുമാരമംഗലം ബിർള. ഫോർത്ത് ലതാ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ് 2025 കുമാരമംഗലം ബിർള. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ, മങ്കേഷ്കർ മംഗലം ബിർള എന്നും ഓർത്തോളൂ. എങ്കിൽ നാഷണൽ ലതാ മങ്കേഷ്കർ അവാർഡ് 2025 നേടിയത് സോനു നിഗമാണ്. ലതാ മങ്കേഷ്കറിനൊപ്പമൊക്കെ പാടിയിട്ടുള്ള സോനു നിഗം എന്ന് ഓർത്തോളൂ. നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന വലിയൊരു സിംഗർ ആണല്ലേ സോനു നിഗം. ബോർഡറിലെ സന്ദേശ് ആ പാട്ടൊക്കെ പാടിയിട്ടുള്ള സോനു നിഗമാണ്. അപ്പോ നാഷണൽ ലതാ മങ്കേഷ്കർ അവാർഡ് 2025 നേടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സോനു നിഗം. എങ്കിൽ ലതാ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ് ആണെന്നുണ്ടെങ്കിൽ ലതയോട് ദീനം പറഞ്ഞത് കുമാരമംഗലത്തുള്ള ബിർളയാണെന്നും കണക്ട് ചെയ്തോളൂ. എങ്കിൽ ശാസ്ത്ര രാമാനുജൻ പ്രൈസ് 2025 നേടിയിട്ടുള്ളത് ഡോക്ടർ അലക്സാണ്ടർ സ്മിത്ത് ആണ്.
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ ആളാണ് എന്ന് ഓർത്തോളൂ. ശാസ്ത്രം മിത്താണ് കെട്ടുകഥയാണ് എന്ന് പറഞ്ഞു എന്ന്. യെസ്, ശാസ്ത്ര രാമാനുജൻ പ്രൈസ് അലക്സാണ്ടർ സ്മിത്ത് ആണ് നേടിയത്. എങ്കിൽ UNEP യുണൈറ്റഡ് നാഷണൽ എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ യങ് ചാമ്പ്യൻ എർത്ത് അവാർഡ് 2025 നേടിയത് ജിനാലി മോഡിയാണ്. നമ്മുടെ പ്രകൃതി സംരക്ഷിക്കുന്ന രീതിയിൽ, ഭൂമിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഭൂമിയെ അല്ലെങ്കിൽ പരിസ്ഥിതിയെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്ക് നൽകുന്ന അവാർഡാണ് എന്ന് ഓർത്തോളൂ. അത് നേടിയത് ജിനാലി മോഡിയാണ്. അവര് ഈ വാഴനാരിൽ നിന്നും ലെതർ കണ്ടെത്തി, അത് ബനോഫി ലെതർ എന്നാണ് അറിയപ്പെടുന്നത്, അതിനാണ് അവാർഡ് കിട്ടിയത്. അപ്പോ ഭൂമിയെ മോടി പിടിപ്പിക്കാൻ ബനോഫി ലെതർ കണ്ടെത്തിയ ജിനാലി മോഡിക്കാണ് UNEPയുടെ യങ് ചാമ്പ്യൻ എർത്ത് അവാർഡ് 2025 നേടിയെന്ന് ഓർത്തോളൂ. എങ്കിൽ ഗോൾഡ് മെർക്കുറി അവാർഡ് 2025 നേടിയത് ദലൈലാമയാണ്. ബുദ്ധന്മാരുടെയൊക്കെ ആത്മീയ ആചാര്യനാണല്ലേ ദലൈലാമ. അദ്ദേഹം ഉള്ളത് ഇപ്പൊ ധർമ്മശാലയാണ്, ഹിമാചൽ പ്രദേശില്. അവിടുത്തെ കിരീടം വയ്ക്കാത്ത രാജാവാണ് ബുദ്ധന്മാരുടെ എന്ന് ഓർത്തോളൂ. അത് ഏത് കിരീടം എന്നാൽ ഗോൾഡില് മെർക്കുറി പതിപ്പിച്ച കിരീടം വെച്ചിട്ടാണ് ആ ബുദ്ധന്മാരുടെ ലാമ അവിടെ ഇരിക്കുന്നത്. അതാണ് ദലൈലാമ. യെസ്, ഗോൾഡ് മെർക്കുറി അവാർഡ് ദലൈലാമയാണ്. ദലൈലാമയുടെ തലയിൽ ഗോൾഡില് മെർക്കുറി ഉള്ള കിരീടം എന്ന് ഓർത്തോളൂ. എങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ റിസീവ് കെൻഡൻ ആർ മില്ലർ അവാർഡ് സൊണാലി ഘോഷാണ്. കെൻഡൻ ആർ മില്ലർ എന്നാൽ ആ മില്ലനെയർ ആയിട്ടുള്ള അവാർഡ് കിട്ടി എന്ന് ചുമ്മാ ഓർത്തോളൂ. അപ്പൊ ആഘോഷിക്കും സൊണാലി. അതാണ് സൊണാലി ഘോഷ്. എങ്കിൽ രമൺ മഗ്സസെ അവാർഡ് 2025 ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന രമൺ മഗ്സസെ നേടിയത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗേൾസ് ആണ് എന്ന് ഓർത്തോളൂ. അത് എഡ്യൂക്കേറ്റ് ഗേൾസ് സംഘടനയാണ്. അതിന്റെ ഫൗണ്ടർ ഷഫീന ഹുസൈൻ ആണ്. അപ്പോൾ രമൺ മഗ്സസെ ഏഷ്യൻ നോബൽ നേടുന്നുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഗേൾസിന്റെ സംഘടന വരണം എന്ന് ഓർത്തോളൂ. എങ്കിൽ ദ ആബേൽ പ്രൈസ് 2025 നേടിയത്, മാത്സിന്റെ നോബൽ എന്നല്ലേ ആബേൽ അറിയപ്പെടുന്നത്, അത് മസാക്കി കാഷിവാര. ആബേൽ പ്രൈസ് മാത്സ് അത്രയ്ക്ക് അറിയുമ്പോഴത്തേക്കായിരിക്കും ആബേൽ പ്രൈസ് നേടുന്നത്. അപ്പോ നിറച്ച് കാശ് വാരാനായിട്ട് പറ്റും. അതാണ് കാശിവാര. മാത്സ് അറിയാന്നുണ്ടെങ്കിലേ കാശ് വാരാൻ പറ്റുള്ളൂ. എങ്കിലല്ലേ എണ്ണുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് എണ്ണി ചിട്ടപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ആബേല് മാത്സ് കാശ് വാര, മാത്സ് അറിയാമെന്നുണ്ടെങ്കിൽ കാശ് വാര, അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് 2025 ഗുണ്ടർ ബ്ലോസ്റ്റൽ ആണ് നേടിയത്. ഓസ്ട്രേലിയക്കാരനാണ്. ഇങ്ങനെ ഓർത്തോളൂ, വാട്ടർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് പ്രൈസ് മേടിക്കുന്ന ഒരു ഗുണ്ടയ്ക്കാണ് അവാർഡ് കിട്ടിയത്. അതാണ് സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് 2025. അതൊരു ഗുണ്ടയാണ്. ഗുണ്ടർ ബ്ലോസ്റ്റൽ ഓസ്ട്രേലിയക്കാരനാണ്. 2025 സംഗീത കലാനിധി അവാർഡ് നേടിയിട്ടുള്ളത് RK ശ്രീറാം കുമാറാണ്. ഇങ്ങനെ ഓർത്തോളൂ, ലാലേട്ടൻ ഏത് സിനിമയിലാണ് സംഗീത കലാകാരനായിട്ട് അഭിനയിച്ച് ആദ്യത്തെ നാഷണൽ അവാർഡിൽ ബെസ്റ്റ് ആക്ടർ പ്രൈസ് നേടിയത്? ഭരതം അല്ലേ? അപ്പോ സംഗീത കലാകാരനായിട്ട് അദ്ദേഹം പാടിയത് ഏതാ? ശ്രീരാമ രാമകഥ ഗാനലയം അല്ലേ? ആ ശ്രീരാമനാണ്. ഈ ശ്രീരാമൻ സംഗീത കലാകാരൻ ലാലേട്ടനെ വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. സംഗീത കലാനിധി ശ്രീരാമ. യെസ്, RK ശ്രീരാം കുമാർ. എങ്കിൽ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി 2025 പാചകകലയുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ് ഗ്യാസ്ട്രോണമി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് UP എന്നുള്ള ലക്നൌവിനാണ്. നല്ല രീതിയിൽ പാചകം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലവ് തോന്നുമല്ലേ, അതാണ് ലക്നൌ. അപ്പൊ ഗ്യാസ്ട്രോണമി യുനെസ്കോയുടെ ഗ്യാസ്ട്രോണമി അവാർഡ് നേടിയിട്ടുള്ള ഇന്ത്യൻ സിറ്റി ലവ് തോന്നുന്ന ലക്നൌ ആണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ദ 56th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ IFFI 2025 പനാജി ഗോവ. എല്ലാ വർഷവും പനാജിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അവിടുത്തെ ബെസ്റ്റ് ഫിലിമിന് നൽകുന്ന അവാർഡാണ് ഗോൾഡൻ പീക്കോക്ക്. പീക്കോക്ക് എന്നാൽ മയിലല്ലേ, ഗോൾഡൻ മയില് എന്ന് ഓർത്തോളൂ. അപ്പൊ ബെസ്റ്റ് ഫിലിമിന്റെ അവാർഡ് നേടിയിട്ടുള്ളത് വിയറ്റ്നാം സിനിമയായിട്ടുള്ള സ്കിൻ ഓഫ് യൂത്ത് ആണ്. അപ്പോ ഗോൾഡൻ പീക്കോക്ക് മയിലിന്റെ സ്കിന്നിനാണ് നേടിയത് എന്നോർത്തോളൂ. അപ്പൊ സ്കിൻ ഓഫ് യൂത്ത് അതിനാണ് ഗോൾഡൻ പീക്കോക്ക് അവാർഡ്. ഗോൾഡൻ പീക്കോക്ക് അവാർഡ് നേടിയത് ഏത് സിനിമയ്ക്കെന്ന് ചോദിക്കും. അപ്പൊ പീക്കോക്കിന്റെ സ്കിന്ന് വെച്ചോർത്തോളൂ, സ്കിൻ ഓഫ് യൂത്ത്. അപ്പൊ ഡയറക്ട് ചെയ്തത് ആഷ്ലെ മെയ് ഫെയർ. അതിലും ഒരു മയിലുണ്ടല്ലേ, മയില് മെയ് ഫെയർ, അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ അവിടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡായിട്ട് നൽകുന്നത് സത്യജിത് റോയ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് IFFI. അത് നേടിയിട്ടുള്ളത് രജനീകാന്ത്. ഞാൻ ഒരു തടവ നേടിയാൽ 100 തടവ നേടിയ മാതിരി, അതാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ്. സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2025 നേടിയത് രജനീകാന്താണ്. എങ്കിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2025 നേടിയത് മണിക വിശ്വകർമ്മയാണ്. മിസ് യൂണിവേഴ്സ് എന്നാൽ
വിശ്വസുന്ദരി, ഇന്ത്യയിൽ നിന്നുള്ള വിശ്വസുന്ദരി അത് വിശ്വകർമ്മ മണിക. അതിലും ഒരു വിശ്വ ഉണ്ടല്ലേ. മിസ് യൂണിവേഴ്സ് എന്നാൽ വിശ്വസുന്ദരിയും മിസ് വേൾഡ് എന്നാൽ ലോകസുന്ദരിയും എന്നല്ലേ. അപ്പോ മിസ് യൂണിവേഴ്സ് ഇന്ത്യ, ഇന്ത്യയിൽ നിന്നുള്ള വിശ്വസുന്ദരി അതാണ് മണിക വിശ്വകർമ്മ. അവര് ഈ അവാർഡ് ജയിക്കുമ്പോൾ ധാരാളം മണിയും കിട്ടും. അങ്ങനെയും കണക്ട് ചെയ്തോളൂ. എങ്കിൽ ഫസ്റ്റ് RK ലക്ഷ്മൺ അവാർഡ് ഫോർ എക്സലൻസ് 2025 ആമീർ ഖാൻ ആണ്. ആമീർ ഖാൻ ലക്ഷ്മണന്റെ റോള് ചെയ്തു എന്ന് ഓർത്തോളൂ. സാധാരണ നടന്മാരൊക്കെ രാമന്റെ റോളല്ലേ ചെയ്യുന്നത്. ഇവിടെ ആമീർ ഖാൻ ഇത്തി വെറൈറ്റി ആണ്. അപ്പൊ ലക്ഷ്മണന്റെ റോളാണ് ചെയ്തത്. എങ്കിൽ PV നരസിംഹറാവു അവാർഡ് 2025 നേടിയിട്ടുള്ളത് മൻമോഹൻ സിംഗ് ആണ് എന്ന് ഓർത്തോളൂ. മൻമോഹൻ സിംഗും നരസിംഹറാവുവും ചേർന്നിട്ടാണ് അല്ലെ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നത്. അപ്പോ PV നരസിംഹറാവു അവാർഡ് നേടാൻ അർഹൻ എന്തുകൊണ്ടും മൻമോഹൻ സിംഗ് ആണ്. അവര് ടീമായിട്ട് നിന്നാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നതെന്നും ഓർത്തോളൂ. എങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് അവാർഡ് 2025 നേടിയത് ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് ബാങ്ക്. ഡിജിറ്റൽ പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റൽ പേയ്മെന്റ് ബാങ്ക് ആണ്. പോസ്റ്റൽ പേയ്മെന്റ് പോസ്റ്റ് ഓഫീസ് ഒക്കെ വളരെയധികം വളർന്നു എന്ന് ഓർത്തോളൂ. ഇപ്പൊ കത്ത് ലെറ്റർ എല്ലാം മാറ്റിയിട്ട് ഫുള്ള് ഡിജിറ്റൽ പേയ്മെന്റിന്റെ യുഗമാണ്. അപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് അവാർഡ് പോസ്റ്റൽ പേയ്മെന്റ് ബാങ്ക്. എങ്കിൽ ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് 2025 നേടിയത് സുനിൽ അമൃത് ആണ്. നമ്മൾ കറണ്ട് അഫയേഴ്സിൽ 2025 പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ബുക്കും കോഡിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലേലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗത്ത് ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടോളൂ. അവിടെ നമ്മൾ സുനിൽ അമൃത് എഴുതിയിട്ടുള്ള ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ് എന്ന പുസ്തകത്തിനെ കുറിച്ച് കോഡിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനാണ് ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് 2025 നേടിയത്. ഇങ്ങനെ ഓർത്തോളൂ, ബ്രിട്ടീഷ് അക്കാഡമി ഭൂമിക്ക് അമൃത് നൽകിയതിന് സുനിൽ അമൃതിന് അവാർഡ് കൊടുത്തു എന്ന്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ്. അവസാനത്തെ 500 വർഷമായിട്ട് ഭൂമിയുടെ എൻവയോൺമെന്റൽ പാരിസ്ഥിതിക ഹിസ്റ്ററിയാണ്. എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭൂമി. അപ്പൊ അതിന് രക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അമൃത് കൊടുക്കണം. അങ്ങനെ സുനിൽ അമൃത് കൊടുക്കും. അമൃത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് എന്താണ് മരണം കാണത്തില്ലല്ലേ. അമൃതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഭൂമിക്ക് അമൃത് നൽകുമ്പോൾ ഭൂമി ചിരഞ്ജീവിയായി മാറും. അതുകൊണ്ട് ബ്രിട്ടീഷ് അക്കാഡമി അവാർഡ് കൊടുത്തു എന്ന് ഓർത്തോളൂ. എങ്കിൽ സഖാരോ പ്രൈസ്, യൂറോപ്യൻ യൂണിയൻ നൽകുന്ന സഖാരോ പ്രൈസ് 2025 നേടിയത് ആൻഡ്രേസ് പ്രോക്സോബട്ടും എംസിയ അമാക്ലോബെലിയുമാണ്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ, എല്ലാവരെയും സഹായിക്കണമെന്നുണ്ടെങ്കിൽ പൈസ വേണോ അല്ലേ. അതിലായി പോക്സോ എന്നാൽ പൈസ എന്നല്ലേ, ഈ എംസിയ എന്നാലും പൈസ പോലെയല്ലേ ഇരിക്കുന്നത്. അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ആൻഡ്രേസ് പോക്സോ ബട്ട് അതിലുകൊണ്ടൊരു പൈസ, എംസിയ അമാക്ലോബെലി അതിലും പൈസ എന്ന് ഓർത്തോളൂ. ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് 2025 ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള സമാധാനത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുള്ളത് ഗ്രാക്ക മേഷലാണ്. മൊസാംബിയക്കാരിയാണ് എന്നും ഓർത്തോളൂ. ഇന്ദിരാഗാന്ധി, ഗാന്ധി ഗ്രാക്ക, ഗാന്ധി ഗ്രാക്ക അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ സരസ്വതി സമ്മാൻ 34th 2025 നേടിയത് സ്വാമി ഭദ്രേഷ് ദാസ് ആണ്. സരസ്വതി സമ്മാനം എവിടെ എന്ന് ചോദിച്ചാൽ അത് ആ സ്വാമിയുടെ കയ്യിൽ ഭദ്രമായി ഉണ്ട് എന്ന് ഓർത്തോളൂ. അതാണ് സ്വാമി ഭദ്രേഷ് ദാസ്. എങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാർ 2025 ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവാർഡാണ്. ഡിസാസ്റ്റർ ഒന്നും വരാതെ തടുക്കുന്നതിന് ഇൻഫർമേഷൻ കൊടുത്തതിന് ഇൻകോയ്സിന് ലഭിച്ചു എന്ന് ഓർത്തോളൂ. ദ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ്, ഓഷ്യൻ വഴി ഒരു ഡിസാസ്റ്ററും വരാതിരിക്കാനുള്ള ഇൻഫർമേഷൻ ആർക്ക്, നേതാജിക്ക് കൊടുത്തു. അതാണ് ഇൻകോയ്സ്. ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ഓർത്തോളൂ. എങ്കിൽ 2025 മെഡിസിനുള്ള നോബൽ പ്രൈസ് നേടിയത് അഥവാ ഫിസിയോളജിക്കുള്ള നോബൽ പ്രൈസ് നേടിയത് മേരി ഇ ബ്രോങ്കോ, ഫ്രെഡ് രാംസ്ഡെൽ ആൻഡ് ഷൈമോൺ സഗാഗുച്ചി എന്നിവർക്കാണ്. കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്തോളൂ. ബ്രോങ്കറ്റൈറ്റിസ് ഉള്ളൊരു മേരിക്ക് കിട്ടി. പിന്നെ ഷൈ ആയിട്ടുള്ള ഒരു മോന് ഷൈനസ് മാറാൻ വേണ്ടിയിട്ട് എന്താണ് മെഡിസിന്റെ ടാബ്ലറ്റ് കൊടുത്തു എന്ന് ഓർത്തോളൂ. പിന്നെ ഫുൾ ടൈം ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന രാമിന് ഡോളോയുടെ ഗുളികയും കൊടുത്തു. അതാണ് ഫ്രെഡ് രാംസ്ഡെല് എന്നിവർക്കാണ് നേടിയത്. അപ്പൊ മെഡിസിന്റെ ഗുളിക കഴിക്കുമ്പോഴത്തേക്കും ഇവരുടെ ഈ ഹാബിറ്റ് ഒക്കെ മാറും. ആരാ? ബ്രോങ്കറ്റൈറ്റിസ് ഉള്ളൊരു മേരി, പിന്നെ ഷൈമോൻ സഗാഗുച്ചി. ആ കൊച്ചിന് ഭയങ്കര ഷൈ ആണ്. ആ ഷൈനസ് മാറാൻ വേണ്ടിയിട്ടുള്ള മെഡിസിന്റെ മരുന്ന് കൊടുത്തു. പിന്നെ ഫുൾ ടൈം ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന ഒരു രാമന് ഡോളോയുടെ ഗുളിക കൊടുത്തു. അതാണ് ഫ്രെഡ് രാംസ്ഡെല്. അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2023 നേടിയത് ലാലേട്ടനാണ് നമ്മുടെ. അദ്ദേഹത്തിന് 2025 ആ അവാർഡ് ലഭിക്കുന്നത്. 2023 നൽകേണ്ട അവാർഡാണ് 2025 ലഭിക്കുന്നത് അല്ലേ. അദ്ദേഹം മലയാളികളുടെയൊക്കെ ഒരു ദാതയാണ്, നല്ല അർത്ഥത്തിലാണ് പറയുന്നത് അല്ലെ. അദ്ദേഹം ദാതയായിട്ട് വരുന്ന സിനിമയൊക്കെ മലയാളികൾക്ക് ഇഷ്ടമാണ്. എങ്കിൽ അത് 2022 നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഥുൻ ചക്രവർത്തി ഒരു ചക്രവർത്തിയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ 71st നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ നമ്മുടെ SRK ഷാരൂഖ് ഖാൻ ആണ്. രണ്ടാമത്തേത്
വിക്രാന്ത് മാസയാണ് ആ സിനിമ. നിങ്ങൾ ആരും മറക്കില്ല. 12th ഫെയിൽ പഠിക്കുന്ന ഓരോ ആൾക്കാർക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സിനിമയാണല്ലേ. അതിൽ അഭിനയിച്ച വ്യക്തിയാണ്. ഒന്നൊന്നര സിനിമയാണ്. എല്ലാവരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം. പഠിക്കുന്ന ഓരോ വ്യക്തിയും കാണേണ്ട സിനിമയാണ്. അപ്പോ വിക്രാന്ത് മാസെ, ആ സിനിമയിലൂടെയാണ് അദ്ദേഹം വിജയിക്കുന്നത് കാണിക്കുന്നത്. അതാണ് വിക്രാന്ത് മാസെ. അദ്ദേഹത്തിനും നാഷണൽ അവാർഡ് കിട്ടി എന്ന് ഓർത്തോളൂ. എങ്കിൽ 71ാമത്തെ നാഷണൽ അവാർഡ് ബെസ്റ്റ് ഫീമെയിൽ ആക്ട്രസിന് കിട്ടിയിട്ടുള്ളത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാണി മുഖർജിയാണ്. റാണി മുഖർജി, അവര് റാണിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. എങ്കിൽ ബെസ്റ്റ് ഫിലിം ഏത് എന്ന് ചോദിച്ചാൽ അതും 12th ഫെയിൽ തന്നെ അല്ലേ. പഠിക്കുന്ന ഓരോ വ്യക്തിയും ഇഷ്ടപ്പെട്ട് അത് മികച്ച സിനിമ, രാജ്യത്ത് തന്നെ മികച്ച സിനിമയായി മാറി 12th ഫെയിൽ. അപ്പൊ ആ സിനിമ സംവിധാനം ചെയ്തത് വിനോദ് ചോപ്ര. അദ്ദേഹം വിനോദത്തിന് വേണ്ടിയാണ് അത് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്കാർക്കും അതല്ല, അത്രയും ഇഷ്ടപ്പെട്ട സിനിമയാണ് എന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. എങ്കിൽ പെൻ ട്രാൻസ്ലേറ്റ് അവാർഡ് 2025 ഗീതാഞ്ജലി ശ്രീയാണ് ആ അവാർഡിന് അർഹയായത്. അദ്ദേഹം അവരുടെ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള വൺസ് എലിഫന്റ് ലീവ്ഡ് ഹിയർ എന്ന ഷോർട്ട് സ്റ്റോറിക്കാണ് ആ അവാർഡ് നേടിയത് എന്ന് ഓർത്തോളൂ. ഇങ്ങനെ ഓർത്താൽ മതി. ഗീതാഞ്ജലി, അവര് പെണ്ണെടുക്കുമ്പോഴത്തേക്കും എപ്പോഴും എലിഫന്റിനെ കുറിച്ചിട്ടുള്ള ഗീതം ആലപിക്കും. അതാണ് ഗീതാഞ്ജലി ശ്രീ. അവരുടെ ഷോർട്ട് സ്റ്റോറി വൺ എലിഫന്റ് ലീവ്ഡ് ഹിയർ. പെണ്ണെടുക്കുമ്പോൾ ഗീത എലിഫന്റിനെ കുറിച്ച് ആലപിക്കും എന്ന് ഓർത്തോളൂ. എങ്കിൽ സ്വച്ഛ് സർവേക്ഷൺ 2024-25 അവാർഡ് നേടിയത് മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. ഡോറിന് ഉള്ളിൽ എപ്പോഴും സ്വച്ഛായിരിക്കണം. സ്വച്ഛ് എന്നാൽ വൃത്തിയായിരിക്കണം അല്ലെ. സ്വച്ഛ് സർവേക്ഷൺ, സർവം എന്നാൽ എപ്പോഴും വൃത്തിയായിരിക്കണം. അതാണ് സ്വച്ഛ് സർവേക്ഷൺ. എങ്കിൽ സ്വച്ഛ് ശേഖർ 2024-25 അവാർഡ് നേടിയിട്ടുള്ള സിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹമ്മദാബാദ് ആണ്, ഗുജറാത്ത്. അകത്ത് ബാഡായിട്ടുള്ള വേസ്റ്റ് ഒക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയാകാൻ, സ്വച്ഛാവാൻ എപ്പോഴും ശേഖരിച്ച് വെക്കണമല്ലേ. അകത്തൊന്ന് ശേഖരിക്കണം. അതാണ് അഹമ്മദാബാദ്. അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ 59th ജ്ഞാനപീഠ അവാർഡ് നേടിയിട്ടുള്ളത് വിനോദ് കുമാർ ശുക്ലയാണ്. ഇതിന് എന്തെങ്കിലും കോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. അപ്പൊ ഞാൻ എന്റെ കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്കിൽ പ്രസ്റ്റീജിയസ് റാംസാർ അവാർഡ് ഫോർ വെറ്റ്ലാൻഡ് വൈസ് യൂസ് 2025 നേടിയത് ഡോക്ടർ ജയശ്രീ വെങ്കടേശൻ. ഫസ്റ്റ് ഇന്ത്യൻ ആണ് ഇത് നേടുന്നത്. അപ്പോ റാംസാറിന്റെ വെറ്റ്ലാൻഡ് വൈസ് അവാർഡ് നേടിയിട്ടുള്ളത് ജയശ്രീ വെങ്കടേശൻ. വെറ്റ്ലാൻഡ് വെങ്കടേശൻ എന്ന് കണക്ട് ചെയ്യൂ. എങ്കിൽ നോബൽ പ്രൈസ് ഫിസിക്സ് 2025 ഭൗതിക ശാസ്ത്രത്തിന് നേടിയിട്ടുള്ളത് ജോൺ ക്ലാർക്ക്, ജോൺ മാർട്ടിന്, മൈക്കിൾ എച്ച് ഡെവോററ്റ് ആണ്. ഭൗതികമായിട്ടുള്ള മാറ്റം വരുമ്പോഴത്തേക്കും ജോൺ ക്ലാർക്ക് ജോൺ മാർട്ടിനായി മാറി. ജോൺ എന്നുള്ള പേരുള്ള ക്ലാർക്ക് മാർട്ടിനായി മാറി. അതല്ലൊരു ഭൗതിക മാറ്റമല്ലേ. ജോൺ ക്ലാർക്ക് ജോൺ മാർട്ടിനായി മാറി. ഇത് കണ്ടു നിന്ന് മൈക്കിൾ ദൈവത്തിനെ വിളിച്ചു. ദൈവമേ ഇതൊക്കെ എന്താണ്? അതൊരു ഭൗതിക മാറ്റമല്ലേ. അങ്ങനെ കണക്ട് ചെയ്യൂ. ഭൗതികമായിട്ടുള്ള മാറ്റം വന്നപ്പോൾ ജോൺ ക്ലാർക്ക് ജോൺ മാർട്ടിനായി മാറി. ഇത് കണ്ട മൈക്കിൾ ദൈവത്തിനെ വിളിച്ചു. യെസ്, മൈക്കിൾ എച്ച് ഡെവോററ്റ്, ജോൺ ക്ലാർക്ക്, ജോൺ മാർട്ടിൻ എന്നിവർക്കാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ കിട്ടിയത്. എങ്കിൽ നോബൽ പ്രൈസ് കെമിസ്ട്രി 2025 2025 കെമിസ്ട്രിക്ക് കിട്ടിയത് റിച്ചാർഡ് റോബ്സന്, പിന്നെ സുസുമ കിഡ്ഗ്വാവ, പിന്നെ ഒമർ ഒയ് യാഗി. ഇങ്ങനെ ഓർത്തോളൂ. റിച്ച് ആയിട്ടുള്ള റോബിന്റെ സണ്ണിന് സുമുഖയെ കിട്ടാനായിട്ട് അമറിക്കൊണ്ട് യാഗം ചെയ്തു എന്ന്. അതാണ് റിച്ചാർഡ് റോബ്സൺ. അതാണ് റിച്ച് ആയിട്ടുള്ള റോബിന്റെ സണ്ണ് സുമുഖയായിട്ടുള്ള യുവതിയെ കിട്ടാൻ, സുസുമ കിഡ്ഗ്വാവ കിട്ടാനായിട്ട് എന്താ ചെയ്തത്? അമറിക്കൊണ്ട് യാഗം ചെയ്തു. യെസ്, ഒമർ എം യാഗി. സുമുഖയായിട്ടുള്ള കുട്ടിയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ നല്ല കെമിസ്ട്രി ആവുമല്ലേ. കെമിസ്ട്രി അല്ലെ, നല്ല രീതിയിലുള്ള അടുപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല കെമിസ്ട്രി വർക്കൗട്ട് ആയി എന്നല്ലേ പറയുന്നത്. അപ്പോ കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ നോബൽ പ്രൈസ് എക്കണോമി 2025 കിട്ടിയത് ജോയൽ മൊക്കെയർ, പീറ്റർ ഹോവിറ്റ്, ഫിലിപ്പ് ആഖിയോൺ. ഇങ്ങനെ ഓർത്തോളൂ. എക്കണോമി, കാശിന് ആവശ്യം വരുമ്പോഴത്തേക്കും ഒരാള് പീറ്റർ വിൽക്കും. പീറ്റർ ഹോ വിറ്റ്. അതിലൊരു വിറ്റുണ്ടല്ലോ. അപ്പൊ എക്കണോമിക്ക് വേണ്ടി പീറ്റർ വിറ്റു. എക്കണോമി വരുമ്പോഴത്തേക്കും മുഖത്ത് ജുവലിടും, ആഭരണം ഇടും. അതാണ് ജോയൽ മൊഹേർ. പിന്നെ വേറൊരാളെന്നുണ്ടെങ്കിൽ ഫിലിപ്സിന്റെ TV വാങ്ങും എന്നോർത്തോളൂ, ഫിലിപ്പ് ആഖിയോൺ. ഓക്കെ, എക്കണോമിക്ക് ആവശ്യം വരുമ്പോൾ ഒരാൾ വിൽക്കും. അതാണ് പീറ്റർ ഹോവിറ്റ്. വേറൊരാള് മുഖത്ത് ജുവലിടും, ആഭരണം ഇടും. അതാണ് ജോയൽ മൊഹൈർ. പിന്നെ ഫിലിപ്സിന്റെ TV മേടിക്കും, ഫിലിപ്പ് അഖിയോൺ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ ദ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഖാന 2025 നേടിയിട്ടുള്ളത് ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ PM മോഡിയാണ്. പ്രൈം മിനിസ്റ്റർ മോഡിക്ക് ഖാനയിലുള്ളവർ ഖാന കഴിക്കാനായിട്ട് അവിടെ വിളിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും അവിടുത്തെ ഉയർന്ന അവാർഡായിട്ടുള്ള ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഖാന 2025 നൽകി എന്നോർത്തോളൂ. എങ്കിൽ മിത്ര വിഭൂഷൺ 2025 ശ്രീലങ്കയിലെ ഹയസ്റ്റ് ഓണറാണ്, ബഹുമതിയാണ്.
അതും PM മോഡിക്കാണ് കിട്ടിയത്. നമ്മുടെ കടലിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള മിത്രമാരാണ്? അത് ശ്രീലങ്കയാണല്ലേ. ഇന്ത്യയുടെ കടലിനടുത്ത് ഏറ്റവും അടുത്തുള്ള രാജ്യം ശ്രീലങ്കയാണ്. അപ്പോൾ കടലിനടുത്തുള്ള മിത്രം അവരാണ് നൽകുന്നത് മിത്ര വിഭൂഷൺ. അവരും എന്താണ് മോഡിയെ മിത്രം എന്ന് പറഞ്ഞ് മോഡിക്ക് അവിടുത്തെ ഉയർന്ന ഹോണർ നൽകി. അപ്പൊ ഖാന കഴിക്കാൻ പോയപ്പോഴും കിട്ടി, കടലിനടുത്തുള്ള മിത്രവും നൽകി. എങ്കിൽ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ ഈസ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് മൗറീഷ്യസ്. മൗറീഷ്യസിന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡും PM നരേന്ദ്ര മോഡിക്ക് കിട്ടി എന്നോർത്തോളൂ. മൗറീഷ്യസ് മോഡി രണ്ടിലും M ഉണ്ടല്ലോ, അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ ഗ്രാൻഡ് കോളർ ഓഫ് ദ നാഷണൽ ഓർഡർ ഓഫ് ദ സൗത്തേൺ ക്രോസ് അത് നേടിയിട്ടുള്ളതും പ്രധാനമന്ത്രി മോഡിയാണ്. അത് ബ്രസീലിന്റെ ഹയസ്റ്റ് ഓണർ ആണ്. അപ്പോ മോഡി ബ്രസീലിൽ പോയപ്പോൾ അവരും ബ്രോ എന്ന് വിളിച്ച് മോഡിക്ക് അവിടുത്തെ ഹയസ്റ്റ് ഓണർ നൽകി എന്ന് ഓർത്തോളൂ. അപ്പൊ ബ്രോ എന്ന് വിളിച്ച് മോഡിയുടെ കോളറിൽ ക്രോസ് ആയിട്ട് കൈയിട്ടിട്ടാണ് അവർ ആ അവാർഡ് നൽകിയത് എന്നും ഓർത്തോളൂ. ബ്രോ എന്നാൽ ബ്രസീലാണ്, കോളറിൽ ക്രോസ് ആയിട്ട്. എന്നാൽ ദ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സതേൺ ക്രോസ് അതാണ് ബ്രസീലിന്റെ ഹയസ്റ്റ് ഓണർ. അത് മോഡിക്ക് കിട്ടി. ഇങ്ങനെ ഓർത്താൽ മതി. എങ്കിൽ ദ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് 3 സൈപ്രസിന്റെ ആണ്. അതും PM മോഡിക്ക് കിട്ടി. മോഡി അവിടെ പോയപ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവരെയും മകനെ എന്ന് വിളിച്ചിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴത്തേക്കും പ്രസ് ചെയ്യുമല്ലേ, അതാണ് സൈപ്രസ്. അപ്പൊ തന്നെ മോഡിക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഓണർ കൊടുത്തു. അതാണ് മക്കാരിയോസ് 3 സൈപ്രസ്. മകനെ എന്ന് വിളിച്ചിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പ്രസ് ചെയ്തു, അതാണ് സൈപ്രസ്. അപ്പൊ തന്നെ മോഡിക്ക് കിട്ടി. അപ്പൊ എന്തൊക്കെയാണ് കിട്ടിയത്? ഘാനയിലുള്ളത് കിട്ടി, തൊട്ടടുത്തുള്ള കടലിനടുത്തുള്ള മിത്രമായിട്ടുള്ള ശ്രീലങ്കയിൽ നിന്നിട്ടുള്ള ഹയസ്റ്റ് ഓണർ കിട്ടി. പിന്നെ മൗറീഷ്യസ് മോഡി അങ്ങനെയാണ് കണക്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. പിന്നെ ബ്രോ എന്ന് വിളിച്ച് ബ്രസീലിൽ നൽകി. പിന്നെ മകനെ എന്ന് വിളിച്ച് പ്രസ് ചെയ്തപ്പോഴത്തേക്കും സൈപ്രസും നൽകി. എങ്കിൽ അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ള പോകുന്നത് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ഓൺ 2025 ഫിജിയുടെ ഉയർന്ന ഓണർ ലഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീ മധുസൂദൻ സായി ആണ്. അദ്ദേഹം കന്നഡക്കാരനാണ്, അദ്ദേഹത്തിനാണ് ലഭിച്ചത്. ഇങ്ങനെ ഓർത്തോളൂ. ഫിജി എന്നാൽ ബജി ഏതിൽ ചുട്ടു എന്നാൽ സാറിന് എണ്ണയിലല്ലേ ചുടുന്നത്. ഇവിടെ മധു തേനിലാണ് നല്ല ചൂടൻ ബജി ചുട്ടത് എന്ന് ഓർത്തോളൂ. അതാണ് മധുസൂദൻ. മധു എന്നാൽ തേനില്, ചൂടൻ ബജി എന്നാൽ ഫിജി. അങ്ങനെ കണക്ട് ചെയ്യാലോ. കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ശ്രീ മധുസൂദൻ സായിക്കാണ് ലഭിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. പത്മ അവാർഡ് നമ്മൾ നോക്കിയിട്ടില്ല, അത് പ്രത്യേകം ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ക്ലാസിന്റെ ഡ്യൂറേഷൻ നീളം. അപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞ കോഡിലൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചോളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയാൽ മതി. എക്സാം ഹാളിൽ പോകുമ്പോഴത്തേക്കും പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ഏതെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് മിസ്സാവത്തില്ല. അതിന് നിങ്ങൾ ക്ലാസ് നോക്കി ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് എഴുതിയെടുത്താൽ മാത്രം മതിയാവും. മാർക്ക് നിങ്ങളുടേതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവത്തില്ല. ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങളുടെ കമന്റുകൾ എന്തായിരുന്നാലും നിങ്ങൾ എഴുതി അറിയിക്കൂ. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.